ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡ് ഒരുക്കുന്നതിനുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ഒപ്പിച്ച് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണം. ഇത് ക്യാബേജാണ് കേട്ടോ, ചെറിയൊരു കഷ്ണം ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇടാന്ന് വെച്ചു. പിന്നെ ഇത് അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരിത്തിരി ഉപ്പും പിന്നെ ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടെ ഒരിത്തിരി സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും മസാലയൊക്കെ ചേർത്തതിന് ശേഷം കുക്കറിലാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചുട്ടാ. പിന്നെ അതെ നമ്മൾ അടുത്ത വീട്ടിൽ മുരിങ്ങ മരത്തുമ്പോൾ നല്ലോണം മുരിങ്ങപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. കണ്ടില്ല, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. പിന്നെ ഒരു ചെറിയൊരു നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതെടുത്തൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചു. ഞാൻ പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാ. നമ്മളവിടെ അത് എടുത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കില്ലേ. അങ്ങനെ അത് ആദ്യം തന്നെ പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കിയിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഇത് ക്ലീനാക്കി എടുക്കുന്നത്. അതിൻ്റെ പൂവും അതിൻ്റെ മൊട്ടും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു വീട്ടിലൊരു 5-6 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പൂ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറഞ്ഞു വരും കേട്ടോ. അങ്ങനെ അത് ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അതിന് ശേഷം ഇത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 2 വെളുത്തുള്ളിയും വേപ്പിലയും പിന്നെ ചുവന്ന മുളകും 2 പച്ചമുളകും പിന്നെ അത്യാവശ്യത്തിന് തേങ്ങയും പിന്നെ ഒരു 2 കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇവിടെ പിന്നെ ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പൂവാണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ ഇത് പിന്നെ 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരിത്തിരി ഉപ്പിട്ടിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ആദ്യം തന്നെ കുരുമുളക് പൊടി ഇടാൻ മറന്നാണ് കേട്ടോ. പിന്നെ ഒരു പാനിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷം പിന്നെ അത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിൽക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുകയാണേ. പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് പിന്നെ പൂവിടുമ്പോൾ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാനൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ പാൻ എന്താ മാറ്റിയതെന്നുള്ള കാരണം. പിന്നെ അത് മുരിങ്ങാപ്പൂവ് ഇട്ട് കൊടുത്തു. ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് അത് 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചു. പിന്നെ അത് തുറന്ന് നോക്കിയപ്പോഴേക്കും കണ്ടില്ലേ കുറേയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെടുത്ത മുരിങ്ങാപ്പൂവിൻ്റെ അത്ര ഒന്നുമില്ല കേട്ടോ, വാടി കഴിഞ്ഞപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പൂ വേണമെന്നൊക്കെ. അതിനത് തേങ്ങ ചിരണ്ടി വെച്ചിരുന്നില്ല, തേങ്ങ ഒന്നിട്ട് കൊടുത്തു. അത് ഞാൻ എന്നിട്ട് പിന്നെ മുരിങ്ങാപ്പൂവൊക്കെ നമ്മൾ പാനിൻ്റെ ചുറ്റുഭാഗവും ആക്കിയിട്ടാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ നടുവിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനാണ് കേട്ടോ ഞാൻ പാന് മാറ്റിയത്. മറ്റേ നേരത്തെ കുഴിയുള്ള പാത്രമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഈ പണി നടക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുട്ട ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം 2 വേപ്പിലയും കൂടി ഒന്ന് പിന്നെ അതിൽക്കൊന്ന് വെറുതെ ഇട്ട് കൊടുക്കാണ്ട് 2 ചുവന്ന മുളകും കൂടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്താണ് കേട്ടോ ഇത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുട്ടോ. അപ്പോഴേക്കും ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ടേസ്റ്റി മുരിങ്ങാത്തോരൻ റെഡി ആയിട്ടോ. പിന്നെ അത് സാമ്പാർ കറി ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. അപ്പോഴേക്കും അത് നമ്മൾ ചോറും തന്നെ വന്നിരുന്നു കേട്ടോ. ചോറ് ഊറ്റിയെടുത്തു. ഇന്ന് പിന്നെ റേഷൻ അരി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ചെറിയ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നു, അതും ചൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെ. പാത്രങ്ങളും അതിൻ്റെ ഇടയിലൂടെ കഴുകി വെച്ചു. അപ്പോൾ ഇന്നത്തെ മുരിങ്ങാത്തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്കും ഇതുപോലെ മുരിങ്ങാപ്പൂവൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.